സംസ്ഥാനത്തെ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ലൈഫ് മിഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കം. ആദ്യഘട്ടത്തിൽ 14 പാർപ്പിട സമുച്ചയങ്ങളാണ് നിർമ്മിക്കുക. കൊല്ലം പുനലൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ് സംസ്ഥാനത്തെ ഭവനരഹിതരെക്കുറിച്ചുള്ള കണക്ക് കഴിഞ്ഞ 6 മാസം കൊണ്ട് ശേഖരിച്ചു വരുന്നത്. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. ഏറ്റവും ആദ്യം വിവരശേഖരണം നടത്തി പട്ടിക സമർപ്പിച്ചത് കൊല്ലം ജില്ലയാണ്. ഇന്ന് പുനലൂർ പ്ലാച്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്തും. ഇവിടുത്തെ 50 സെന്റ് ഭൂമിയിൽ 40 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഫ്ളാറ്റാണ് 1 വർഷം കൊണ്ട് നിർമ്മിക്കുക. ഹാബിറ്റാറ്റിനാണ് നിർമ്മാണ ചുമതല. ലൈഫ് മിഷൻ പദ്ധതി കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികം പ്രമാണിച്ച് വിപുലമായ പരിപാടികളാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. ചൊവ്വാഴ്ച നടക്കുന്ന വഴികാട്ടുന്ന കേരളം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറിൽ വിവിധ ദേശീയ നേതാക്കൾ പങ്കെടുക്കും. കൊല്ലം ജില്ലയിൽ ഇതിന്റെ സർവേയും ഇതോടനുബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കേണ്ട വാലിഡേഷനും പൂർത്തിയായി. ഈ വാലിഡേഷൻ നടന്ന് കഴിഞ്ഞ് കിട്ടിയ മുഴുവൻ അപേക്ഷാ ഫോറങ്ങളും കുടുംബശ്രീ IT യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഡാറ്റ എൻട്രി നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളായ ആളുകൾക്ക് എല്ലാവർക്കും വീട് ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ ലക്ഷ്യം വെക്കുന്നത്. ജില്ലയിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് മന്ത്രി M മണി നടത്തും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വരുന്ന ശനിയാഴ്ച മുതൽ മത്സ്യോത്സവവും മത്സ്യ അദാലത്തും നടത്തും. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഫിഷറീസ് മന്ത്രി നേരിട്ട് അദാലത്തിലൂടെ കേൾക്കും. ജലാശയങ്ങൾ സംരക്ഷിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത ചൊവ്വാഴ്ച ധനകാര്യമന്ത്രി കൊല്ലത്ത് നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.